വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. ജനക്കൂട്ടം അവനെക്കുറിച്ച് ഡാഷ് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിറുപിറുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു സമരിയക്കാരിയോട് പറയുന്നത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്തു ചോദിക്കുമായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം ചോദിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും ഡാഷ് തന്റെ അധ്യാപകന് നൽകണം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 5. എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്നാരാണ് അപേക്ഷിച്ചത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജസേവകൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബ് എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 7. എന്റെ ഹൃദയം കർത്താവിൽ ഡാഷ്, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. യേശുവിന്റെ വാക്കുകൾ ശിഷ്യർ എപ്പോഴാണ് ഓർമ്മിച്ചത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരുടെ അടുത്ത് നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മിച്ചമുള്ള കഷ്ണങ്ങൾ. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. യേശു കാനായിൽ അത്ഭുതം ചെയ്തതിലൂടെ എന്താരംഭിച്ചു?
ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങളുടെ തുടക്കം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവം തന്റെ ആത്മാവിനെ എങ്ങനെ കൊടുക്കുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അളക്കാതെ സമ്പൂർണമായി. ക്വസ്റ്റ്യൻ നമ്പർ 13. യേശു താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമരിയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫരിസേയരിൽ ആര് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. സമരിയക്കാർ വിശ്വസിച്ചത് എവിടെ നിന്നുള്ള സ്ത്രീയുടെ സാക്ഷ്യം മൂലമെന്ന് പറയുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിലെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് ഡാഷ് പ്രഖ്യാപിച്ചു. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശുദ്ധ ഗ്രന്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ ഡാഷ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പരാജയപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 18. മെതികളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ ഡാഷ് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുളിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗലീലയക്കാർ യേശുവിനെ സ്വീകരിച്ചത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവർ തിരുനാളിൽ യേശുവിനെ കണ്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു ഏത് രീതിയിൽ ദൈവരാജ്യം കാണാൻ കഴിയും എന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീണ്ടും ജനിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം എന്ത് വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചെയ്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. കവർനാമിലെ രാജസേവകന്റെ മകൻ എന്തായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രോഗബാധിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 24. യേശു പറഞ്ഞത് ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ഡാഷ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ
26. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ആരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. പിതാവിന്റെ അടുക്കൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28. യേശു പറഞ്ഞ പ്രകാരം പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെയാണ് വിധിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 29. യേശു തന്റെ അമ്മയോട് പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ഇതെന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. അവന്റെ പൊതുജന പ്രവർത്തനം ആരംഭിക്കാൻ സമയമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 30. കർത്താവിന്റെ പേടകം അവിടെ എത്ര വർഷം ഇരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 31. ബേത്സൈദ കുളത്തിന്റെ അടുത്ത് കിടന്നിരുന്നത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. കുരുടരും മുടന്തരും തളർവാദക്കാരുമായ രോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 33. വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 6. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവിടുത്തോട് എന്ത് പറയാനാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. വചനത്തിന്റെ മഹത്വം എങ്ങനെ നിറഞ്ഞിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കൃപയും സത്യവും കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. നല്ല ഇടയന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു മനുഷ്യരെ പറ്റി എന്തറിഞ്ഞിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. അവരിലുള്ളതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം വിതരണം ചെയ്തത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും ഇരുന്ന ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആര് മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 44. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഫർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. മീനുകൾ എത്രയുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 46. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഡാഷ് പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരിശിനെ. ക്വസ്റ്റ്യൻ നമ്പർ 48. കർത്താവിന്റെ ഡാഷ് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭവനത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്നും. ക്വസ്റ്റ്യൻ നമ്പർ 51. രാജസേവകൻ മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് കേട്ടത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കാൻ ആർക്കാണ് അസാധ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യന്. ക്വസ്റ്റ്യൻ നമ്പർ 53. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു ഏതു വഴിയാണ് നടന്നു വന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ പേടകം ഡാഷ് എത്തിയെന്നവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കാം? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 57. വചനം എന്ന പദത്തിന്റെ ഗ്രീക്ക് മൂലപദം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോഗോസ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം ഡാഷ് പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 59. മോശ എന്തിനെ കുറിച്ച് എഴുതി? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 60. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 61. ആര് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 62. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, മീനിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 63. പീലിപ്പോസും നഥാനയേലും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സുഹൃത്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 65. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ഡാഷ് അവൻ എനിക്ക് തന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബാർലി. ക്വസ്റ്റ്യൻ നമ്പർ 66. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗിയായത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഫിലിസ്ത്യർ ആരുടെ പേടകം കൈവശപ്പെടുത്തി എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 68. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്റെ മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഏത് ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 70. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 71. എവിടെ വെച്ചാണ് യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞത്? യോഹന്നാൻ
6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കവർനാമിലെ സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ എവിടെ ആയിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജ്യത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 74. അവിടെ എത്തിയപ്പോൾ ഡാഷ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 75. യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസായ ഞാൻ ആരായി എന്നാണ് ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പസ്തോലൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവം പൗലോസ്ലീഹായി തിരഞ്ഞെടുത്തത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 77. രോഗി സുഖം പ്രാപിച്ച ദിവസം ഏത് ദിവസമായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാബത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 78. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ ഡാഷ്ണത പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗബാധിതൻ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കവർനാം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു. ആരെക്കുറിച്ചാണ് ഗലാത്യ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 81. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഡാഷ് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവികമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 83. യോഹന്നാന്റെ ശിഷ്യന്മാർ യഹൂദനോട് എന്തിനെ കുറിച്ച് തർക്കിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശുദ്ധീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 84. നവോമിയുടെ മക്കൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2. ക്വസ്റ്റ്യൻ നമ്പർ 85. കർത്താവിന്റെ പേടകം എടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഡാഷ് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു വശത്ത്.
ക്വസ്റ്റ്യൻ നമ്പർ 86. സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന പദം യേശു എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1. ക്വസ്റ്റ്യൻ നമ്പർ 87. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 88. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് സ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 89. സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ. ക്വസ്റ്റ്യൻ നമ്പർ 90. കാല പെറുക്കാൻ ആരുടെ കൂടെ ചേർന്ന് കൊള്ളുവാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാസിമാരോട് കൂടി. ക്വസ്റ്റ്യൻ നമ്പർ 91. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ഡാഷ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 94. കാന ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ എവിടെ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഷിലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. മനുഷ്യൻ ആരാണെന്ന് ആരോട് അവന് മല്ലിടാൻ കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നേക്കാൾ ശക്തനോട്. ക്വസ്റ്റ്യൻ നമ്പർ 97. അധ്വാനം എന്നത് എന്ത് സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രയത്നം, കഠിന പ്രയത്നം. ക്വസ്റ്റ്യൻ നമ്പർ 98. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം ഡാഷ് പാഴ്വേലയും അത്രേ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 99. യേശു ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പരാമർശിച്ച പ്രധാന വസ്തു എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 100. അപ്പവും മീനും വിതരണം ചെയ്ത ശേഷം ജനങ്ങൾ ഡാഷ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തൃപ്തരായി. നന്ദി. വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും
1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.